തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതികരിച്ച ആറന്മുളയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി അബിൻ വർക്കി. ആറന്മുളയിൽ ജനം മാറ്റത്തിന് ആഗ്രഹിച്ചു. LDF-ന് കള്ളവോട്ട് ചെയ്യാൻ വന്നവർ പോലും UDF-ന് വോട്ട് കുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ മാന്യമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നും അബിൻ വർക്കി 24-നോട് പറഞ്ഞു. ആറന്മുളയുടെ നിയുക്ത MLA അബിൻ വർക്കി ഒപ്പമുണ്ട്. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ UDF സെഞ്ചുറി അടിച്ചു. കാരണം ആദ്യം ഇത് പറയുമ്പോൾ ആരും അങ്ങ് വിശ്വസിച്ചിരുന്നില്ല. അതൊക്കെ സാധ്യമാകുമോ? എങ്ങനെ സാധ്യമായി? അല്ല, അത് കേരളത്തിലെ ജനവികാരം മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരിക്കലും അത് ഒരു എയറിൽ നിന്നെടുത്ത കണക്കായിരുന്നില്ല. കേരളത്തിൻ്റെ ഉള്ളിൽ, കേരളത്തിൻ്റെ സാധാരണപ്പെട്ട ആളുകളുടെ ഉള്ളിൽ അവർക്ക് സർക്കാർ വിരുദ്ധ വികാരമുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഒരു മാറ്റം അത് കേരളത്തിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ ആറന്മുളയിൽ ആഗ്രഹിച്ചു. പക്ഷേ ഇത്തവണ ഉണ്ടായ പ്രത്യേകത, ഈ കള്ളവോട്ട് ചെയ്യാൻ പോയ CPM-കാർ വരെ കള്ളവോട്ട് ചെയ്തതും കോൺഗ്രസിനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായി എന്താണ് അവരുടെ ഉള്ളിലുള്ള വികാരമെന്ന്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുച്ചൂടും തകർത്ത പിണറായി വിജയനോടുള്ള എതിർപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളുടെ ഇടയിലുണ്ടായിരുന്നത്. സമൂഹമാധ്യമങ്ങളിലൊക്കെ അബിൻ്റെ നിയമസഭയിലെ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള കമൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിയമസഭയിലേക്കുള്ള ആ ഒരു പോക്കിനെ, അവിടുത്തെ ആ ഒരു പല അടിയന്തര പ്രമേയങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടേക്ക് പോകുന്ന ആ ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ ഒരു ഇമാജിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനൊക്കെ ഉണ്ടോ? നമ്മളെക്കാൾ ഒത്തിരി കഴിവുള്ളവരുണ്ടാവും, നമ്മുടെ പാർട്ടിയിലുണ്ടാവും, നമ്മളെ മുന്നണിയിലുണ്ടാവും, നമ്മളെക്കാൾ ഒരുപാട് യോഗ്യതയുള്ളവരുണ്ടാവും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിലേക്ക് വരുന്ന ഒരു ചാൻസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭയുടെ ഉള്ളിൽ ഒരു അവസരം കിട്ടിയാൽ മാക്സിമം ജനങ്ങൾക്ക് വേണ്ടി അത് ഏറ്റവും നല്ല രീതിയിൽ മാന്യമായി അത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അബിൻ പറഞ്ഞതുപോലെ ഏതൊരു പൊതുപ്രവർത്തകൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം കേരള നിയമസഭയിൽ പോവുക, അവിടെ ഒരു സാധാരണക്കാരന് വേണ്ടി ഒരു പ്രമേയം അവതരിപ്പിക്കുക, അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിന് വലിയൊരു ഭാഗ്യം, ദൈവാനുഗ്രഹം കൊണ്ട് തനിക്കത് കിട്ടി, ജനങ്ങളൊപ്പം നിന്നു എന്നുള്ള സന്തോഷവും അബിൻ വർക്കി പങ്കുവെക്കുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.